ഞാൻ ഉച്ചക്കുള്ള ചോറിൻ്റെ അരി പെറുക്കുമെന്ന്. അരിയിൽ പെറുക്കാൻ എന്തുണ്ടെന്ന് നോക്കും. അതല്ല, ഇതിൻ്റെ അകത്ത് വെളുത്ത ഒരു സാധനമുണ്ട്. അത് ഓരോരുത്തരോട് ചോദിച്ചേർത്ത് പറഞ്ഞു അത് വിറ്റാമിനാണെന്ന്. അപ്പോൾ വിറ്റാമിൻ അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അതെല്ലാം പൊറുക്കി കളഞ്ഞിടത്തോളം നല്ലതാണ്. അരിയിൽ അത്രയേ ഉള്ളത്. ഇതൊക്കെ അരിയിൽ നിന്ന് പൊറുക്കിയെടുത്ത സാധനങ്ങളാണ്. അരിൻ്റെ ആകൃതിയല്ല. അപ്പോൾ അതിൽ തന്നെ ഇത് അരിയിൽ ഇടുന്നതാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇവിടെ നമ്മൾ വെക്കുമ്പോൾ ഇത് മുഴുവൻ പെറുക്കി കളഞ്ഞിട്ടാണ് നമ്മൾ വെക്കാറ്. ഇത് കട്ടിയുള്ള സാധനമല്ല, വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നുണ്ട്. എന്തായാലും ഇത് നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ വെക്കുമ്പോൾ ഇത് ഫുള്ളായിട്ട് പെറുക്കി വൃത്തിയാക്കിയിട്ട് വെക്കാറുള്ളൂ. കണ്ടോ, ഇത് ഒരുപാടുണ്ട് ഇതിൽ. ഇത് അരി കുത്തൻ തിന്നതല്ല. അരി കുത്തൻ തിന്നാൽ അരിൻ്റെ ആകൃതി തന്നെയല്ല ഉണ്ടാവുക. അപ്പോൾ അതല്ല, ഇത് വേറെ എന്തോ ഇതിൻ്റെ അകത്ത് ഇടുന്നതാണ്. അരി കുത്തം വരാതിരിക്കാൻ മുമ്പെല്ലാം മെഴുക് പോലെ എന്തോ ഒരു സാധനം ഇടലുണ്ട്. അങ്ങനെയാണോ ഇതെന്നറിയില്ല. എന്തായാലും ഇത് പെറുക്കി കളയുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ വെക്കുമ്പോൾ ഇത് മുഴുവനായിട്ട് പെറുക്കി കളഞ്ഞിട്ടേ വെക്കാറുള്ളൂ. ഒരുപാടുണ്ട് ഇതിനകത്ത് എടുക്കാൻ. കുറേ പെറുക്കി എല്ലാവരും പറയും റേഷൻ അരി വെച്ചാൽ ഒരു മണം വരുന്നു. ഒന്നുമില്ല. ഒരു 5 വെള്ളത്തിൽ നല്ലോണം കഴുകിയാൽ നല്ല ചോറായിട്ട്. നമ്മൾ സ്ഥിരമായിട്ട് റേഷൻ അരിയാണ് വെക്കാറ്. കഴുകി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മണം വരും അരിയിൽ. ഇപ്പോഴത്തെ അരിയിൽ ഒരു പ്രത്യേകതയുണ്ട്, കല്ല് കുറവാണ്. കല്ല് കുറഞ്ഞ അരിയാണ് ഇപ്പം അധികം കിട്ടുന്നത്. ഇപ്പോൾ പൊറുക്കിയ സാധനം ഇടക്കെല്ലാം ഓരോന്ന് ഒഴിഞ്ഞും പോയിട്ടുണ്ട്. പരമാവധി എടുത്ത് കളഞ്ഞാൽ ഏറ്റവും നല്ലത്. നല്ലോണം തിരുമ്മി കഴുകിയാൽ തന്നെ അരി ക്ലീനാവും.
ചില അരി ഇട്ടാൽ വേവുമ്പോഴേക്ക് വെള്ളം മുഴുത്ത് വരും. അത് ശരിക്കും ഇത് കഴുകി അതിൻ്റെ ഒരു പാല് പോലത്തെ വെള്ളം പോകാനുണ്ട്. അത് ശരിക്ക് പോയാൽ ചോറ് ഒന്നിനൊന്ന് തൊടാതെ വേറെ വേറെയായിട്ട് കിട്ടും. പക്ഷെ റേഷനറി വെച്ചിട്ട് വാർക്കുമ്പോൾ ഇതുണ്ട്. വെള്ളം ആദ്യം ഊറ്റിക്കളഞ്ഞ് അതിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് എന്നിട്ട് ഊറ്റുക. കറണ്ട് പോയി, ഇനിയിപ്പോൾ നമ്മളൊന്നും കാണാൻ സാധിക്കൂല. അരി ഇടാം. വെള്ളം തിളച്ച് വരുന്നുണ്ട്. റേഷനരി അടുപ്പത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അരിയാതെ കട്ട പിടിച്ചിട്ട് അതൊക്കെ പിടിക്കും. ഇനി നമുക്ക് അരിക്ക് നന്നായിട്ട് കത്തിച്ച് കൊടുക്കാം. ജലദോഷം എന്നെ വിട്ടുമാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. ശരി, നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.